ഹായ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഏകദേശം ഇപ്പം ഒരു 12:30 മണി ആയിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഓഫ് ഡേ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉച്ച തൊട്ട് എടുക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ലഞ്ചിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാനിവിടെ മോര് കാച്ചി വെച്ചിട്ടുണ്ട്. ഇത് തക്കാളി ഇട്ട മോരാണ്, കട്ട വെച്ച് കുറുക്കി വെക്കുന്ന മോരാണ് കേട്ടോ. പിന്നെ അയല വറുക്കാൻ ഇട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. ഇന്ന് വലിയ ആഘോഷപരമായ ലഞ്ചൊന്നുമില്ല, ലളിതമായിട്ടുള്ള ലഞ്ചാണ് ഇന്ന് ഉച്ചയ്ക്ക്. കാരണം രാവിലെ നമ്മൾ ന്യൂസൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. മീൻ കടപെടാന്ന് പൊട്ടുന്നുണ്ട്. മീൻ എൻ്റെ അമ്മ പറഞ്ഞു തന്നേക്കുന്നതാണ്, മീൻ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മീൻ മൂത്ത് വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, എങ്ങനെയാണ് കണ്ടുപിടിക്കുക മീൻ മുരിയുന്നത് കറക്റ്റായിട്ട്. മീനൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഉച്ചക്കത്തൊക്കെ കഴിക്കട്ടെ കേട്ടോ. പിള്ളേർക്ക് വാരി കൊടുത്തിട്ടാണ് കഴിക്കണേ. അപ്പോൾ അവർക്ക് ഞാൻ വാരി കൊടുത്തിട്ട് കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് വൈകിട്ടത്തെ വിശേഷം കാണാം. നമ്മൾ ലുലുവിലെത്തി. ലുലുവിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് അവിടെ ഓൺ വോയിസിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പല ടൈപ്പ് പാല്, ഇതൊക്കെ അവിടെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയുണ്ട്. ഫ്ലേവേർഡ് മിൽക്ക് ഉണ്ട്, ഫ്ലേവർ ഇല്ലാത്ത മിൽക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനുശേഷം മക്കൾ ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ യൂഷ്വലി കഴിക്കുന്നത് മാക്കിൻ്റെ 2 ദിറത്തിൻ്റെ ഐസ്ക്രീമാണ്. പിന്നെ അതിനുശേഷം ഞങ്ങളൊന്ന് ചായ കുടിക്കാം, ഡിന്നറും എല്ലാം കൂടെ ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കയറി. അവിടുന്ന് നമ്മൾ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറി, ചായ, പഴംപൊരിയൊക്കെ കഴിച്ചു. ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഡിന്നറൊക്കെ കഴിഞ്ഞ് നമുക്ക് ലുലുന്ന് എന്തൊക്കെ ഞാൻ വാങ്ങി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഇവിടെ മിനി ക്രോസൻ്റ് ഉണ്ട്, മിനി ക്രോസൻ്റ്, ബട്ടർ ക്രോസൻ്റ്, അതൊരു ചെറിയ പാക്കറ്റ് വാങ്ങി. പിന്നെ ഒരു സെറ്റ് ബർഗർ ബൺസ് വാങ്ങി, അതൊരു 6 നമ്പർ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ബേക്കറി ഇത് ബിസ്ക്കറ്റ് ഐറ്റംസ് ഒക്കെ എന്താ വാങ്ങി നോക്കാം. പിന്നീട് ഡൈജസ്റ്റീവിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഹേസൽനട്ടിൻ്റെ ഒരു വേഫർ കിട്ടി, അത് വാങ്ങി. ബേക്കറി അത്രേ വാങ്ങിയിട്ടുള്ളൂ, അധികം ബേക്കറി ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കണ്ണൻദേവൻ്റെ ടീ പൗഡറാണ്. അപ്പോൾ കണ്ണൻദേവൻ്റെ ടീ പൗഡർ ഓഫറിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങി. പിന്നെ അലൈൻ ഫാംസിൻ്റെ പ്യുവർ ഗീ ഉണ്ടായിരുന്നു, കൗസ് ഗീ, അലൈൻ ഫാംസിൻ്റെ, അപ്പോൾ അത് വാങ്ങി. ഓക്കെ, ഇതെനിക്ക് കണ്ടിട്ട് നന്നായിട്ട് തോന്നി, പ്യുവർ കൗസ് ഗീ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. പിന്നെ നൂഡിൽസൊക്കെ ഞാനൊരു എമർജൻസി സിറ്റുവേഷന് വേണ്ടി എടുത്ത് വെക്കുന്നതാണ്, അല്ലാതെ ഇവിടെ ഉണ്ടാക്കാറൊന്നുമില്ല. വാങ്ങുമ്പോൾ ഞാൻ ഇൻഡോമിയുടെയാണ് വാങ്ങുന്നത്. പിന്നെ വെജീസായിട്ട് കുറച്ച് മഷ്റൂം വാങ്ങി, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, പിന്നെ കുറച്ച് ചുവന്ന ചീര, നല്ല ചീര ഉണ്ടായിരുന്നു. പൂവില്ലാത്ത ചീരയാണ്. നമ്മൾ ചീര വാങ്ങുമ്പോൾ പൂവുള്ള ചീര എടുക്കരുത്, അത് നല്ലതല്ല. പൂക്കാത്ത ചീര വേണം എടുക്കാൻ. ഇത് പൂക്കാത്തതാണ്, നല്ലതാണ്. പിന്നെ കുറച്ച് ഗ്രേപ്സ് വാങ്ങി, ഗ്രീൻ ഗ്രേപ്സ്. കുറച്ച് ആപ്പിൾ വാങ്ങി. ഇത് ഉക്രൈൻ്റെ ആപ്പിളാണ്, നല്ല ആപ്പിളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, അതാണ് വാങ്ങിയത്. നമ്മൾ ലേഡീസ് ആണെങ്കിലും
ഡെയിലി നമ്മൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും കുട്ടികളായാലും ആരായാലും ഏത് ഏജ് ഗ്രൂപ്പ് ആയാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഡെയിലി ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം, മസ്റ്റാണത്. കുട്ടികൾ കഴിക്കട്ടെ, നമ്മൾ കഴിക്കണ്ട എന്നുള്ള രീതിയിൽ മാറ്റി വെക്കരുത് അമ്മമാർ. നമ്മൾ മസ്റ്റായിട്ട് കഴിക്കണം. നമ്മൾ ആരോഗ്യത്തോടെ ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് അലൈൻ ഫാമിൻ്റെ പാല് വാങ്ങിയിട്ടുണ്ട്. പിന്നെ യോഗർട്ട് വാങ്ങി. യോഗർട്ട് ഇത് മർമ്മത്തിൻ്റെ യോഗർട്ടാണ് വാങ്ങിയത്. പിന്നെ എന്താണ്, ഒണിയൻ എടുത്തു, സവോള. അത് മറ്റേ ലൂസ് സവോള കൊള്ളില്ല നോക്കിയിട്ട്, അതുകൊണ്ട് പാക്കറ്റിലുള്ള സവോളയാണ് എടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് അവക്കാഡോസ് വാങ്ങി. അവക്കാഡോ ഞാൻ ഇതേപോലത്തെ അവക്കാഡോ ആണ് എടുക്കുന്നത്. ഇതേപോലത്തെ ഒരുപാട് കട്ടിയുള്ള ടൈപ്പ് എടുത്താൽ നെക്സ്റ്റ് ഡേയിൽ എടുക്കാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് നോക്കുമ്പോൾ സോഫ്റ്റായിട്ട് നമുക്ക് തോന്നും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടി എടുക്കാം. പിന്നെ ഞാൻ വാങ്ങിയത് മുട്ടയാണ്. ഞാനിവിടെ ഗാർഡൻ്റെ ഫ്രഷ് എഗ്ഗാണ് എടുത്തത്. ഇതുപോലെ നമുക്ക് ഇവിടെ ചുമന്ന മുട്ട, വൈറ്റ്, ഒമേഗ 3 ആഡഡ്, വൈറ്റമിൻ എ ആഡഡ്, ഡി ആഡഡ്, അങ്ങനെ പല ടൈപ്പ് മുട്ടകൾ കിട്ടും. ഞാൻ വാങ്ങിയത് ഇന്ന് വൈറ്റമിൻ ഡി ആഡഡ് ആണെന്ന് തോന്നുന്നു, നോക്കണം. ഓക്കെ, ഇത് ഗാർഡൻ്റെ എഗ്ഗാണ്. പിന്നെ വേറൊരു കാര്യം, യു എയിലുള്ളവർക്കൊക്കെ അറിയാം, എന്നാൽ നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ എഗ്ഗൊക്കെ പാസ്ചറൈസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ അതിൻ്റെയൊക്കെ ഡേറ്റ് ഇവിടെ ഉണ്ടാവും. അതായത് ഇത് പാക്ഡ് ഡേറ്റും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും P&E ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് മുട്ട വരുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുട്ട യൂസ് ചെയ്യാം. ഇത് പാസ്ചറൈസ്ഡ് ആൻഡ് വിത്ത് എക്സ്പയറി ഡേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഓരോ മുട്ടമേലും ഉണ്ടാവും അത് എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ വാങ്ങിയത് പാല് പെട്ടെന്ന് തീർന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആങ്കറിൻ്റെ പാൽപ്പൊടിയാണ് എടുത്തത് കേട്ടോ. ആങ്കറിൻ്റെ ഇവിടെ വേറെ ആരും പാൽപ്പൊടി വെച്ച് ചായ കുടിക്കില്ല, പക്ഷേ എനിക്ക് പാൽപ്പൊടിയുടെ ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും സാധനമാണ് വാങ്ങിയത്. വേറൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഒരു കേക്ക് എടുത്തിട്ടുണ്ട്, ഒരു കേക്കും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ലുലുവിൽ നമുക്ക് വളരെ വിലക്കുറവായിട്ട് കിട്ടുന്ന കേക്കാണ്. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. ലുലുവിൽ തന്നെ ബേക്ക് ചെയ്യുന്നതാണ് ഇവിടുത്തെ കേട്ടോ. നല്ല കേക്കാണ്. ഇത് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ മക്കൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ചടപടയും തീരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന്. ഇനി ഇതൊക്കെ അടുക്കി കയറണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ബൈ പറയാം. വിൽ സീ യു ടുമോറോ. ബൈ.